ഹായ്, വിജേഷ് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ്. വറ്റൽ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്, എന്നാൽ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഉണ്ടാക്കാം. നിങ്ങൾ ഒരിക്കലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പം ആരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഇത് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3/4 കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്തത് വേണം. പിന്നെ ചെറിയുള്ളി 250 ഗ്രാം, ഒരു 10 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. വറ്റൽമുളകാണ് ഇതിലെ പ്രധാനമായ ഇൻഗ്രീഡിയൻറ്റ്. ഈ വറ്റൽമുളക് നമുക്ക് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി നമുക്ക് കല്ലിലിട്ട് ചതച്ചെടുക്കണം. ഇതുപോലെ നന്നായി ചതച്ചെടുത്ത് ചെറിയുള്ളി നമുക്ക് തയ്യാറാക്കാനായി ചട്ടി സ്റ്റൗവിൽ വെക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട്, കറിവേപ്പില പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർക്കുക. ചെറിയുള്ളി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. വഴന്നു വരാൻ പൊടിയുപ്പ് കുറച്ച് ചേർക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൊടിച്ച വറ്റൽമുളക് ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഈ മിശ്രിതം നല്ലപോലെ വഴണ്ട് വരണം. നല്ല ഒരു കറുപ്പ് നിറമാണ്. മുളകൊക്കെ നന്നായി വഴന്ന് നല്ല കളറൊക്കെ മാറി, ഇത് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് യോജിപ്പിക്കണം. ചിക്കൻ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. മുളകിൻ്റെ ഉള്ളിയുടെയും ഒക്കെ ആ സത്ത് ചിക്കനിൽ പറ്റിപ്പിടിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അത് മൂടി വയ്ക്കാം. ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളപ്പോൾ ഇടാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. തുറന്ന് നോക്കാം. ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി വീണ്ടും നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ലപോലെ വെള്ളം വറ്റിയതിന് ശേഷം 1 സ്പൂൺ വിനാഗിരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ വറ്റൽ ചിക്കൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ഉണ്ടാക്കി നോക്കുന്നേ. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നല്ല അഭിപ്രായം പറയണം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ പുതിയ ടിപ്സുകളുമായിട്ട്